ഇത് ചേട്ടായിയുടെ റൂം തന്നെയാണോ? അന്ന് വന്നപ്പോ ഇത്ര വൃത്തിയൊന്നും ഇല്ലായിരുന്നല്ലോ. ചിലപ്പോ അവ ഹോസ്റ്റൽ ആയതുകൊണ്ട് ആന്റി വൃത്തിയാക്കിയിട്ടതായിരിക്കും. ആ മോള് വരുന്നോണ്ട് ഞാൻ എല്ലാം ഒതുക്കി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അറിയാലോ അവന്റെ റൂം ആകെ അലങ്കോലമായി കിടന്നതായിരുന്നേ. അത് ശരിയാ, വെറുതെ അല്ല ആന്റി വൃത്തിയാക്കിയിട്ടതല്ല. അല്ലാണ്ട് അവന്റെ മുറി ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കാൻ ഒരു ചാൻസും ഇല്ല. ബാഗൊക്കെ അവിടെ എടുത്ത് വെക്കും മോളെ. വെക്കാം ആന്റി. പിന്നെ കുളിക്കാൻ അകത്ത് തന്നെ ബാത്റൂം ഉണ്ട് കേട്ടോ. ഷാമ്പൂ ഒക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ മോളെ. ശരി ആന്റി. കുളിക്കണോ? കുളിച്ചേക്കാം, യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ. ഇനി കുളിച്ചിട്ട് കുറച്ച് സമയം വിശ്രമിക്കാം. ആന്റി ഇവന്റെ ബാത്റൂം ക്ലീൻ ചെയ്തത് അത്ര വൃത്തിയായില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. അല്ലേലും ഈ ആമ്പിള്ളാർക്ക് ബാത്റൂം ഒന്നും മര്യാദയ്ക്ക് വൃത്തിയായിട്ടിടാൻ അറിഞ്ഞൂടാ. ചെളിയൊക്കെ ചവിട്ടി തേച്ച് വെറും അലമ്പായിട്ട്. ഒരു കാര്യം ചെയ്യാം, ഒന്ന് നിലമൊക്കെ അടിച്ച് കഴുകി ചെളിയൊക്കെ ഒന്ന് കളഞ്ഞ് ഹാർപ്പിക്കൊക്കെ ഒഴിച്ച് ക്ലീൻ ആക്കിയിട്ട് കുളിക്കാൻ തുടങ്ങാം. അതാ നല്ലത്. എന്ത് ചെയ്യാനാ, എത്ര വൃത്തിയുള്ള ബാത്റൂം ആയാലും ഞാൻ കൂടെ ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടത്തില്ല. ഞാൻ അങ്ങനെ ഒരു വൃത്തിക്കാരി ആയി പോയില്ലേ. അയ്യോ, നാളെ അമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് അപ്പൂപ്പന്റെ ബാത്റൂം കൂടി ക്ലീൻ ചെയ്യാനുള്ളതാ. എന്റെ മുന്നോ.